Hi guys, I am Akhil Manu, currently a first year student at Fergana Medical Institute of Public Health. ഇന്ന് നമ്മുടെ വീഡിയോ ക്യാമ്പസ് ടൂർ ആണ്. ഇതാണ് നമ്മുടെ ക്യാമ്പസിന്റെ എൻട്രൻസ്. അവിടെ ഒരു ഷോപ്പ് ഉണ്ട്, നമുക്ക് ദഫ്തേഴ്സ്, നോട്ട്ബുക്സ്, ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ഓപ്പൺ സ്പേസ് ആണ്, ഇവിടെ കുറെ ഇരിക്കാനും കുറെ ബെഞ്ചസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ട് ഷോപ്സ് ഉണ്ടെന്ന് പറഞ്ഞ്, ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് അവിടെ. ഇതാണ് നമ്മുടെ ക്യാമ്പസിലേക്കുള്ള സെക്കൻഡ് എൻട്രൻസ്. അവിടുന്ന് കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ക്യാമ്പസിനകത്തുള്ള കഫറ്റീരിയ. ഇവിടെ മെയിൻ ആയിട്ട് ഉസ്ബെക് ഫുഡ്സ് ആണ് ഉള്ളത്. പിന്നെ നമുക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങാം. നമുക്ക് മെസ്സിനകത്തുനിന്ന് പോയി നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ മെസ്സിലെ ഫുഡ് സിസ്റ്റം വരുന്നത്. ഓരോ കണ്ടെയ്നേഴ്സിലായിട്ട് ഫുഡ് ഉണ്ടാവും. നമുക്ക് വേണ്ട റിക്വയർമെന്റ് അനുസരിച്ച് പറഞ്ഞ് നമ്മൾ പ്ലേറ്റിൽ വാങ്ങാം. എന്നിട്ട് ഇവിടെ ചെന്ന് ബില്ലിംഗ് കൗണ്ടറിൽ പോയി ബില്ല് ചെയ്തിട്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാം. നമുക്ക് ഫുഡ് ഡൈൻ ചെയ്യാൻ വേണ്ടി രണ്ട് സ്പേസ് ആണ് രണ്ട് സൈഡിലായിട്ടുള്ളത്. ഒന്ന് അവിടെ വലിയ സ്പേസ് ഉണ്ട്, അതേപോലെ ഇപ്പറേ സൈഡിലും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്പേസസ് വരുന്നത്. അവിടെ ചെറിയൊരു ഷോപ്പ് കൂടെ ഉണ്ട്. നമുക്ക് സ്നാക്സോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബയോകെമിസ്ട്രി ബിൽഡിംഗ്. ഇത് നമ്മുടെ പ്ലേ ഗ്രൗണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ഹിസ്റ്റോളജി ഡിപ്പാർട്ട്മെന്റ്. ഇത് സിമുലേഷൻ സെന്റർ. അതിന്റെ ബാക്കിലായിട്ടാണ് നമുക്ക് ലബോറട്ടറി വരുന്നത്. ആ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് അനാട്ടമി ബിൽഡിംഗ്. ഇതാണ് നമ്മുടെ സിമുലേഷൻ സെന്റർ. പക്ഷെ നമുക്ക് ഇപ്പോൾ അകത്തേക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മുടെ ലബോറട്ടറി വരുന്നത്. നമുക്ക് അത് പോയി ചെക്ക് ഔട്ട് ചെയ്യാം. So hi guys, I'm Esther Jose, currently first year MBBS student at FMIOPH. So ഇതാണ് നമ്മുടെ ലബോറട്ടറി. നമുക്ക് അകത്ത് പോയിട്ട് നമ്മുടെ ലബോറട്ടറി നോക്കാം. സോ കറന്റ് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് അധികം ലബോറട്ടറീസ് വരുന്നില്ല. ബട്ട് എന്നാലും നമ്മുടെ ചില കെമിസ്ട്രി പോലത്തുള്ള സബ്ജക്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ വെച്ചാണ് എടുക്കാറുള്ളത്. ഇപ്പം ഇവിടെ കുറച്ച് ലൈക്ക് സ്റ്റെറിലൈസേഷനും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നില്ല. സെക്കൻഡ് ഇയർ തേർഡ് ഇയേഴ്സ് ഓൺവേർഡ്സ് ആണ് നമുക്ക് നമ്മുടെ ലബോറട്ടറി ക്ലാസ്സസ് വരുന്നത്. സോ ദീസ് ആർ അവർ എക്വിപ്മെന്റ്സ്, മൈക്രോസ്കോപ്സ് ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും ഇപ്പം കറന്റ് നമുക്ക് ഫെർഗാനയിൽ അവൈലബിൾ ആണ്. സോ ഇതാണ് നമ്മുടെ ക്ലാസ് റൂംസ്. സോ ഇപ്പൊ നമുക്ക് ക്ലാസ് റൂംസ് ഒക്കെ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അകത്ത് കാണാൻ പറ്റില്ല. ഒരു 15 to 20 സ്റ്റുഡൻസിനെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ അക്കാഡമിക് ബ്ലോക്സിന്റെ ഇവിടെ ഉള്ളത്. സോ ഇനി നമുക്ക് നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് അകത്ത് കയറി നോക്കാം. സോ ഇപ്പൊ നമ്മൾ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് അകത്താണ് നിൽക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ക്ലാസ് റൂംസ് ആണ്. ഈ കോറിഡോഴ്സിലെല്ലാം നമുക്ക് ക്ലാസ് റൂംസ് ഉണ്ട്. അതുപോലെ നമുക്ക് 3 നിലയുണ്ട് നമുക്ക് അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ. സോ അതിലെല്ലാം നമുക്ക് ക്ലാസ് റൂംസും ഉണ്ട്, ഒപ്പം നമുക്ക് ലെക്ചർ ഹാൾസും ഉണ്ട്. ലെക്ചർ ഹാൾസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ 15 to 16 സ്റ്റുഡൻസ് ആണെങ്കിൽ അതുപോലെ 2 to 3 ഗ്രൂപ്പ്സ് നമുക്ക് ഒരുമിച്ച് നിർത്തി നമുക്ക് ലെക്ചർ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 2 ലെക്ചർ ക്ലാസ്സസ് ഉണ്ട് ഒരു നിലയിൽ. അങ്ങനെ നമുക്കൊരു 6 to 8 ലെക്ചർ ക്ലാസ്സസ് അവൈലബിൾ ആണ്.
സോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ 9th ബേസ് ക്യാമ്പസിന്റെ ഫ്രണ്ടിലാണ്. നമുക്ക് നമ്മുടെ കോളേജിന് 2 ക്യാമ്പസ് ആണുള്ളത്, ഒന്ന് മെയിൻ ക്യാമ്പസ്, ഒന്ന് 9th ബേസ് ക്യാമ്പസ്. സോ ഇതാണ് നമ്മുടെ 9th ബേസ് ക്യാമ്പസ്. സോ വാ. സോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 9th ബേസ് ക്യാമ്പസിന്റെ അകത്താണ്. നമുക്ക് എല്ലാ ക്ലാസ്സുകളും നമുക്ക് 9th ബേസ് ക്യാമ്പസിൽ ഉണ്ടാവില്ല. ഫസ്റ്റ് ഇയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് മെഡിസിനൽ കെമിസ്ട്രി പോലത്തെ ചില ക്ലാസ്സസ് നമുക്ക് 9th ബേസിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. സ്പോർട്സിന്റെ ചില ഇവന്റുകൾ നമുക്ക് ഇവിടെ തന്നെയാണ് നടക്കുക. ഇൻഡോറിലും നടക്കാറുണ്ട്, പുറത്ത് നമ്മുടെ പ്ലേ ഗ്രൗണ്ട്സും നടക്കാറുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ആക്ച്വലി ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ ഫ്ലോറിൽ നമുക്ക് ക്ലാസ് റൂംസ് ഇല്ല. ഇവിടെ നമുക്ക് നമ്മുടെ ഓഫീസസ്, ഡീന്റെ ഓഫീസ്, അങ്ങനെ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് സെക്ഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടാവുന്നത്. നമുക്കിപ്പോൾ പോകുന്നത് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. അവിടെയാണ് നമുക്ക് ക്ലാസ്സുകളും നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയംസും ഉള്ളത്. സോ ഇതിപ്പോ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുകയാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് ക്ലാസ്സസ് ഇല്ല, നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എല്ലാം അടച്ചിട്ടേക്കാണ്. ആൻഡ് ഇവിടെ നമുക്ക് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ ഇതാണ് നമ്മുടെ കോൺഫറൻസ് ഹാൾ. ഇവിടെ വെച്ച് നമുക്ക് മീറ്റിംഗ്സും സെമിനാർസും ഒക്കെ നടക്കാറുണ്ട്. ആൻഡ് ഇപ്പം ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പം ഇൻഡോർ സ്റ്റേഡിയത്തിൽ കുട്ടികൾ സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. This is our indoor stadium actually. സോ ഇപ്പൊ ഞാൻ ഇരിക്കുന്നതാണ് നമ്മുടെ ക്യാമ്പസിന്റെ മറ്റൊരു ഹൈലൈറ്റ്, ഹട്ട്സ്. നമ്മൾ മെയിൻ ക്യാമ്പസ് കാണിക്കുമ്പോഴും അതിന് നമുക്ക് ഹട്ട്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഹട്ട്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡീസ് ആണെങ്കിലും ലെയ്ഷർ ടൈംസ് ആണെങ്കിലും ഫ്രണ്ട്സിനോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ടൈംസ് ആണെങ്കിലും ചെറിയ ചെറിയ പാർട്ടീസ് ആണെങ്കിലും നമുക്ക് ഈ ഹട്ട്സിൽ വെച്ച് നടത്താവുന്നതാണ്. സോ ദിസ് ഇസ് അനദർ ഹൈലൈറ്റ് ഓഫ് FMIOPH.